ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്റെ വിഷയം മണ്ണിന്റെ ആരോഗ്യമാണ്. മണ്ണിന്റെ ആരോഗ്യത്തിലെ ആദ്യത്തെ ചുവടുവെപ്പ് എന്ന് പറയുന്നത് മണ്ണിന്റെ pH മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്താണോ കൃഷി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഭവം, ഇപ്പൊ പച്ചക്കറികളാവാം, പഴങ്ങളാകാം, അങ്ങനെ എന്താണോ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ട pH എത്രയാണ്, അതിന് ഏറ്റവും നന്നായിട്ട് വളം വലിച്ചെടുക്കാൻ പറ്റുന്ന pH എത്രയാണ്, ഏറ്റവും നന്നായിട്ട് രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന pH എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് കൃഷിയുടെ ആദ്യത്തെ ചുവടുവെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ pH അറിയാതെ നമ്മൾ കൃഷി ചെയ്യാൻ പോകരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. pH അറിയാതെ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ നാശം സംഭവിക്കും, വലിയ നഷ്ടങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ pH പല ചെടികൾക്കും പല രീതിയിലാണ് ആവശ്യമായിട്ടുള്ളത്. ഇപ്പൊ പച്ചക്കറികളാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 6.5-നും 7.5-നും ഇടയ്ക്കാണ് pH വേണ്ടത്. ഇപ്പൊ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കൃഷി ചെയ്യുന്ന ഏലം, തേയില പോലുള്ള സാധനങ്ങളാണെങ്കിൽ അതിന്റെ pH എപ്പോഴും 6-ന് താഴെ വേണം. 4.2 മുതൽ 5.8 വരെയൊക്കെയാണ് തേയിലയുടെ. നമ്മുടെ കാടമത്തിന്റെ ആണെങ്കിലും ഏലത്തിന്റെ ആണെങ്കിലും ഏതാണ്ട് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് എപ്പോഴും നല്ല വിളവ് കിട്ടുന്നത്. ചെടിക്ക് ആവശ്യമായ pH അതാണ്. അപ്പോൾ എല്ലാത്തിന്റെയും pHന് വ്യത്യാസമുണ്ട്. pH നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. pH റെഗുലറൈസ് ചെയ്യാനായിട്ട് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുമ്മായമാണ്. കുമ്മായത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുമ്മായം പെട്ടെന്ന് നമ്മുടെ pHനെ നല്ല ഉയരത്തിലേക്ക് എത്തിക്കുകയും അത് സ്ലോലി ഡൗൺ ചെയ്ത് ഒരു ന്യൂട്രലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒറ്റയടിക്ക് pH റൈസ് ചെയ്യുമ്പോൾ അവിടെയുള്ള സൂക്ഷ്മാണുക്കളും അവിടെയുള്ള മണ്ണിരകളും ഒക്കെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതൊക്കെ റീക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പെട്ടെന്ന് തന്നെ സാധിക്കും. പക്ഷെ കുമ്മായത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഷോർട്ട് ടൈമായിട്ട് മാത്രം pH റെഗുലറൈസ് ചെയ്യുന്നതാണ്. ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തേക്കൊക്കെ ആയിരിക്കും pHന്റെ ആ ഒരു ഘടന അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ കുമ്മായം ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കുമ്മായം ഒരു ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല. ജൈവ കൃഷിയിൽ കുമ്മായം ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. കാരണം അതൊരു കെമിക്കൽ പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കുമ്മായം. അപ്പൊ ജൈവ കൃഷിയിൽ കുമ്മായം ഇല്ല. കുമ്മായം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുമ്മായം ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കുക. പക്ഷെ ഏറ്റവും പെട്ടെന്ന് pHനെ റെഗുലറൈസ് ചെയ്യാൻ പറ്റുന്നത് കുമ്മായം തന്നെയാണ്. കുമ്മായം ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോളമൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിക്കാൻ പറ്റും. പാറപ്പൊടിയാണ്, ഓർഗാനിക് ആണ്. വളരെ സൂക്ഷ്മമൂലങ്ങളായ മാഗ്നീഷ്യം പോലുള്ള സാധനങ്ങൾ, കാൽസ്യം പോലുള്ള സാധനങ്ങൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നതും ഗുണകരമാണ്. നല്ല ഡോളമൈറ്റ് നമുക്ക് വാങ്ങി ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പച്ചക്കക്ക നമുക്ക് പൊടിച്ച് ഉപയോഗിക്കാം. പച്ചക്കക്ക പൊടി എന്ന് പറഞ്ഞാൽ പച്ചക്കക്ക തരിയല്ല, അത് പൂർണ്ണമായിട്ടും പൊടിച്ച് പൗഡർ രൂപത്തിലുള്ളതാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കേണ്ടത് അതാണ്. പച്ചക്കക്കയുടെ പൊടി ഏറ്റവും ഫൈൻ ആയിട്ടുള്ള പൗഡർ ആക്കിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക. അതാകുമ്പോൾ കുറെ അധികം ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. pHനെ നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃഷിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കൃഷിയിൽ pH എന്ന് പറയുന്നത് വളരെ വളരെ അത്യാവശ്യം. കൃഷിയുടെ ആദ്യ പാഠങ്ങളിൽ പെടുന്ന സാധനമാണ്, അല്ലെങ്കിൽ കൃഷിയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് pH കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ ചെയ്യുന്ന കൃഷിയും ആ കൃഷിക്ക് വേണ്ട pHും നമ്മുടെ മണ്ണിലെ pHും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. മണ്ണ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കൃഷിയിലേക്ക് തുടങ്ങാവുള്ളൂ. മണ്ണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് കൃഷിയുടെ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അപ്പൊ കൃഷിയുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നതിനെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.